Good morning. Good morning. Yes. Management of spillage waste last ഭാഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Good morning to all. Yes. Training and education for spillage waste management. Training and education for spillage waste management. നമ്മൾ എന്തായാലും വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Here are some important aspects of training and education for spillage waste management in hospitals. First one, identification of spillage waste. Proper training should be given to the health workers to identify various types of spillage waste and the related risk and danger. First one, identification of spillage waste. ചോർച്ചാ മാലിന്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അത് തിരിച്ചറിയാനായിട്ട് പറയുന്നത്? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും അതിനനുസരിച്ചുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ സ്പില്ലേജ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ടു ഐഡന്റിഫൈ വേരിയസ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആൻഡ് ദ റിലേറ്റഡ് റിസ്ക് ആൻഡ് ഡേഞ്ചർ. അപ്പൊ നമ്മൾ ആദ്യം ട്രെയിനിങ് കൊടുക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജസ് ആണെന്ന്. ടൈപ്സ് ഓഫ് സ്പില്ലേജ് നമ്മൾ പഠിച്ചിട്ടില്ല, ബ്ലഡ് ഫ്ലൂയിഡ്, കെമിക്കൽ, ലബോറട്ടറി, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ വരുന്ന ടൈപ്സുകളുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് തിരിച്ചറിയുന്നതിനും അതിന്റെ റിസ്ക്കും അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് പ്രത്യേകമായിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് തിരിച്ചറിയാം, അതിന്റെ റിസ്ക് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ. Second one, handling and disposal procedures. Handling and disposal procedures. Proper training should be given to the health workers. Handling and disposal procedure for each type of spillage waste. This consists of the use of personal protective equipment, containment of the spill, and proper disposal of waste. Second one എന്താണ്? ഈ വേസ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പരിശീലനം കൊടുക്കുക. ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വേസ്റ്റ് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്, ഏത് മെത്തേഡിലൂടെയാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രമല്ല എന്താണ് പി വെയർ ചെയ്യേണ്ട അത്യാവശ്യകതയെ കുറിച്ചിട്ട് എന്നതുമായി ബന്ധപ്പെട്ട് മൊത്തം കാര്യങ്ങൾ, ഒരു വേസ്റ്റ് എടുക്കുന്നത് മുതൽ അത് ഹാൻഡിൽ ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നത് വരെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റാഫുകൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കേണ്ടതാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. രണ്ട് പോയിന്റ്സ് മനസ്സിലായോ? എളുപ്പമല്ലേ അത്? അടുത്തത് എന്താണ്? റെസ്പോൺസ് പ്ലാൻ. റെസ്പോൺസ് പ്ലാൻ. Hospital must maintain a response plan in place for spillage incidents. Healthcare workers should be given training in the steps of response plan that includes who to contact, how to contain the spill, and how to clear and discard the waste. Third ഏതാണ് നോക്കേണ്ടത്? റെസ്പോൺസ് പ്ലാൻ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡൻസ്. അതായത് ഏത് പ്ലേസിലാണ് സ്പില്ലേജ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ. അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്പില്ല് എടുക്കുമ്പോഴുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ എന്തൊക്കെയാണ്, എന്നൊക്കെ റിസ്കുകൾ ഉണ്ടാകും എന്നതുമായി ബന്ധപ്പെട്ട ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി healthcare workers should be given training in the steps of response plan. അപ്പോ ഈ ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് പ്ലാനുമായി ബന്ധപ്പെട്ട് എന്താണ് സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. That includes who to contact, എങ്ങനെ അത് കോണ്ടാക്ട് ചെയ്യണം,
then how to contain the spill എങ്ങനെ contain ചെയ്യണം, then ആ spill എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം, ക്ലിയർ ചെയ്തുകൊണ്ട് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് പ്ലാനുമായും ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ, yes. Next വരുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. Communication is necessary for successful spillage-based management. Proper training should be given to help workers to communicate effectively with health, each other and with other departments like environmental services to make sure that spillage waste is properly handled and discarded. Communication. ഇതൊരു വലിയൊരു ഫാക്ടർ തന്നെ അല്ലേ? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. ആരുമായിട്ട് നമ്മൾ അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഇഫക്റ്റീവ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്ക് ഉണ്ടായിരിക്കണം? സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അപ്പം പ്രത്യേകമായിട്ട് വരെ എന്താണ്? പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ആരൊക്കെ ആയിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ വരാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്? ആർക്കായിട്ടാണ്? ആരൊക്കെയുമായിട്ട് ആശയവിനിമയം നടത്തിയിരിക്കണം? അതായത് ശരിയായ രീതിയിൽ നമുക്ക് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യണമെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി എൻവയോൺമെന്റൽ സർവീസസുമായിട്ടും അതോടൊപ്പം തന്നെ എന്താണ് അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നല്ല രീതിയിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെ? പരസ്പരം സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോർഡിനേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്താണ് to make sure that spillage waste is properly handled and discarded. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രോപ്പർ വേയിലൂടെ സ്പില്ലേജ് വേസ്റ്റസ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ വിജയകരമായിട്ട് മാലിന്യ സംസ്കരണം പൂർത്തിയാക്കുന്നതിന് നല്ലൊരു ആശയവിനിമയം അത്യാവശ്യമാണ്. ആരൊക്കെയുമായിട്ട് ആശയവിനിമയം നടത്തിയിരിക്കണം? അതർ ഡിപ്പാർട്ട്മെന്റ്സും എൻവയോൺമെന്റൽ സർവീസസുമായിട്ട് ആശയവിനിമയം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കൂടി ട്രെയിനിങ് ആർക്ക് കൊടുക്കേണ്ടതാണ്? സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്? Okay. Next, record keeping. Enough training given to the health workers in record keeping procedures for spillage waste. This consists of documentation of the spill, the kind of waste, the handling and disposal procedures used, and any follow-up actions taken. ഇനി നമുക്കറിയാം, നമ്മളെല്ലാ സ്പില്ലേജ് വേസ്റ്റ് ടൈപ്സ് എടുത്തപ്പോഴും എന്താണ് റെക്കോർഡ് കീപ്പിംഗ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഓഫ് ദ സ്പിൽ എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണത്? സ്പില്ലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ പർപ്പസിനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആർക്കും ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്? സ്റ്റാഫുകൾക്ക് ഈ റെക്കോർഡ് എങ്ങനെ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് എഴുതേണ്ടത്, ആ ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുക. എന്തൊക്കെ അതിൽ കൊടുക്കേണ്ടി വരുന്നു? അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? സ്പില്ലേജിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റസ് ആണ്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെ ഡിസ്പോസ് ചെയ്തു, എങ്ങനെ കണ്ടെയ്ൻ ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട്, പിന്നെ ഫോളോ അപ്പ് ആക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട്, റെക്കോർഡ് എങ്ങനെ തയ്യാറാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുക. ഓക്കെ, റെക്കോർഡ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുക. Then ongoing education. Ongoing education എന്താണ്? Spillage waste management training should be continuous and modernized to reflect changes in procedures, regulations and best practices. Ongoing education എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് അല്ലെ നമ്മൾ മാലിന്യ സംസ്കരണത്തുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ തുടർച്ചയായിട്ട് നൽകണം അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊടുക്കണം. അതായത് എന്തൊക്കെ പ്രോസസ്സുകളും റൂൾസും റെഗുലേഷൻസ് ഒക്കെ അതിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ രീതിയിൽ തുടർച്ചയായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുക. അപ്പൊ നല്ല രീതിയിൽ എന്താണ് അവർക്ക് പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഒന്നുകൂടി നോക്കാം, എന്തൊക്കെ ട്രെയിനിങ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ തിരിച്ചറിയാം, എന്ത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്,
അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശീലനം സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഡിസ്പോസൽ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെ വെയർ ചെയ്തുകൊണ്ടിട്ടാണ് അവിടെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്പില്ല് കണ്ടെയ്ൻ ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. തേർഡ് വൺ എന്താണ്, റെസ്പോൺസ് പ്ലാൻ. റെസ്പോൺസ് പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ്? Hospital must maintain a response plan in place for spillage incidents. ഒരു ഏത് പ്ലേസിലാണോ സ്പില്ലേജ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രദേശം, ആ ഒരു പ്ലേസ് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അല്ലെ സ്പില്ലേജ് എങ്ങനെ മാറ്റണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടും എന്താണ് സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കേണ്ടതാണ്. അതായത് അവിടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എത്രത്തോളം എത്രത്തോളം ഡേഞ്ചർ സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം റിസ്കുകൾ ഉണ്ട്, ഇനി എങ്ങനെയാണ് ആ സ്പില്ലേജിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യണം, എങ്ങനെ അത് ഡിസ്കാർഡ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ട്രെയിനിങ് കൊടുക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻസ്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അതായത് അണ്ടർ ഡിപ്പാർട്ട്മെന്റ്സും എസ്പെഷ്യലി എൻവയോൺമെന്റൽ സർവീസസുമായിട്ട് പരസ്പരം ആശയവിനിമയം നടത്തുന്നത് എന്താണ് പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് കുറച്ചുകൂടി എന്തായിരിക്കും സ്റ്റാഫുകൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതുകൊണ്ട്. പിന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വേസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ്, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്തു, എങ്ങനെ കണ്ടെയ്ൻ ചെയ്തു, എങ്ങനെയാണ് അത് ഡിസിൻഫെക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഓൾ പ്രൊസീജിയേഴ്സ് അടങ്ങുന്നതാണ് ഇത് റെക്കോർഡ് എന്ന് പറയുന്നത്. സ്പിൽ റെക്കോർഡ് എന്ന് പറയുന്നത്, സ്പിൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്പില്ലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക. ദെൻ ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ എന്താണ് മാലിന്യ സംസ്കരണത്തെ പരിശീലനം തുടർച്ചയായിട്ട് നൽകുകയും നടപടിക്രമങ്ങള് ചട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ട് രീതിയിൽ അവയർനെസ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അടുത്തത്, effective training and education for spillage waste management will minimize the risk and hazards related with the spillage waste in hospitals and make sure that safety of healthcare workers, patients and the environment. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് പ്രോസസ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പരിശീലനം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? സത്യമായിട്ട് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ എന്താണ് പലതരത്തിലുള്ള റിസ്കുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ചോർച്ചാ മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതോടൊപ്പം തന്നെ പേഷ്യൻസിനും നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ്, സേഫ് ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സിസ്റ്റം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അത് ഒരേപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനും പ്രകൃതിക്കും തന്നെ എൻവയോൺമെന്റിനും എന്താണ് അത് ഒരേപോലെ തന്നെ ദോഷകരമായിരിക്കും. ഓക്കെ, എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് വഴി നല്ല രീതിയിൽ എൻവയോൺമെന്റും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും പേഷ്യൻസിനെയും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ? വരുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് കുറച്ച് ചട്ടക്കൂടുകൾ, കുറച്ച് റെഗുലേറ്ററി ഫോംസ് ആണ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നമ്മൾ പാലിക്കേണ്ട കുറച്ച് റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളുണ്ട്. എന്തൊക്കെയാണത്? നമ്മൾ സ്പില്ലേജ് ഡിസ്പോസ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ആ സ്റ്റെപ്സുകൾ ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് ഡിസ്പോസ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓരോ സ്റ്റെപ്പ് വഴി പഠിച്ച സമയത്തും ഓരോ ടൈപ്സ് പഠിച്ച സമയത്തും പഠിച്ചിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ആ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം.
Spillage waste management in hospitals is based on regulatory framework which aims to ensure compliance with environmental and public guidelines. Here are some important features and aspects of the regulatory framework and compliance for spillage waste management. അതായത് ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നിയമ നടപടികളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ നിയമ നടപടികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കും തന്നെ അപകടകരമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്സുകൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അല്ലെ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെ. ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ആർക്കും തന്നെ വ്യക്തിക്ക് പോലും എന്താണ് അപകടകരമാവാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്യേണ്ടതിന് അത്യാവശ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ പബ്ലിക് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവർ പറയുന്നുണ്ട് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കിലുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച്, ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതിന്റെ മൂലം ലീഗൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഒക്കെ നമ്മൾ അടക്കേണ്ടതായിട്ട് വരുന്നു. അത് ഹോസ്പിറ്റലിൽ തന്നെ വലിയൊരു ബാധ്യതയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഫ്രെയിംവർക്സുകളാണ്, റെഗുലേറ്ററി ഫ്രെയിംവർക്സുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. Federal and state regulation. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste, including spillage waste. Example consists of Resource Conservation and Recovery Act and the Occupational Safety and Health Administration (OSHA), then bloodborne pathogen standard. Federal and state regulations. ഫെഡറൽ സംസ്ഥാന നിയന്ത്രണങ്ങൾ സ്പില്ലേജ് വേസ്റ്റും അപകടകരമായിട്ടുള്ള വേസ്റ്റുകളും മാനേജ് ചെയ്യുന്നതിനുള്ള രണ്ട് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ആശുപത്രിയുടെ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ നീക്കം ചെയ്യുന്നതിന്, ഡിസ്പോസ് ചെയ്യുന്നതിന് കുറച്ച് ആക്ടുകൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ആക്ടിലെ നിയമ നടപടികൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഏതൊക്കെ ആക്ടുകളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA, ആൻഡ് Occupational Safety and Health Administration. Second one, Occupational Safety and Health Administration, OSHA. Then Bloodborne Pathogen Standard, Bloodborne Pathogen Standard. ഈ മൂന്ന് ആക്ട്സുകൾ പ്രധാനപ്പെട്ട മൂന്ന് ആക്ട്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ട്സുകളാണിത്? അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളും ചോർച്ചാ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആക്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ നമ്മള് ഡേഞ്ചറസ് വേസ്റ്റുകൾ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റുകളും കളയുന്നുണ്ടെങ്കിൽ, ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റെഗുലേഷൻസ് പ്രകാരം അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്, അത് വലിയൊരു കുറ്റകരം തന്നെ ലീഗൽ ആക്ഷൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസിന്റെ ഉദാഹരണങ്ങളാണ് RCRA, OSHA ആൻഡ് ബ്ലഡ്ബോൺ പതോജൻ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ അത്? ഓക്കെ, അടുത്തത് ഒരു ആക്ട് ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, EPA, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Environmental Protection Agency, EPA guideline. The EPA provides instruction for the management and disposal of dangerous waste, including spillage waste. Hospital must abide by these guidelines to keep away from fines and penalties. ഇനി EPA പ്രകാരം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്ത് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്?
അതായത് ഡേഞ്ചറസ് വേസ്റ്റ് മുതൽ വില്ലേജ് വേസ്റ്റ് മുതലുള്ള അപകടമായിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെയാണത് ഡിസ്കാർഡ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് EPA കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്, ഇത് പാലിച്ചില്ലെങ്കിൽ, EPAയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത്? ഈ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും അനുസരിച്ചില്ലെങ്കിൽ എന്തടക്കേണ്ടി വരുന്നു? ഫൈൻസ് ആൻഡ് പെനാലിറ്റീസ്, അല്ലെ? ഫൈനും പെനാലിറ്റികൾ, പിഴകൾ അടയ്ക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നു. ഓക്കെ, അപ്പൊ EPA പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യേണ്ടത്. ആ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏജൻസികൾ അല്ലെങ്കിൽ ആക്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പരിസ്ഥിതിക്കോ മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ പേഷ്യൻസിനോ ഒന്നും തന്നെ, അല്ലെ, ആർക്കും തന്നെ മറ്റൊരു അപകടകരമായ രീതിയിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആക്ടുകളിൽ കുറെ ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അത് അതിൻ്റെതായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം അങ്ങനെ ചെയ്താൽ എന്താണ്, ഒരേപോലെ തന്നെ പരിസ്ഥിതിക്കും മനുഷ്യനും ഒരേപോലെ വരുന്നത് ദോഷകരമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ആക്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? EPA എന്താണെന്ന്? EPA എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, അണ്ടർലൈൻ ചെയ്യട്ടോ. അപ്പൊ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് അടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഫൈൻസ് പെനാൽറ്റീസ് ഒന്നും തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, യെസ്. Then state local permits. State local permits. Hospital must get permits from. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ഇനി സ്റ്റേറ്റ് ലോക്കൽ പെർമിറ്റ്സ് ഉണ്ട്. പെർമിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പെർമിറ്റുകൾ എടുക്കുന്നത് എന്തിനാ? നമ്മള് പെർമിറ്റ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഇതിനു വേണ്ടിയിട്ടാണ് hospital must get permits from state and local authorities to handle and dispose unsafe waste including spillage waste. എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സുകൾ എടുത്തിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഡേഞ്ചറസ് വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റസുകൾ എന്നിവ കളയണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ്, കുറ്റകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഇനി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. Training and certification. Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulations. Training and certification. എന്തിനാണ് നമ്മൾ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ കാണിക്കുന്നുണ്ടോ, അല്ലെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് തന്നെയാണോ ചെയ്യുന്നത്? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. എന്താ വിളിച്ചത്? ഇല്ലല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, കേൾക്കാമോ? ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ചോർച്ചാ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും, അതേപോലെ എന്താണ്, അപകടകരമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിലും നിർമ്മാർജ്ജന നടപടിക്രമങ്ങളിലും പരിശീലനം സർട്ടിഫിക്കേഷൻ നേടിയിരിക്കണം. അപ്പൊ ഈ
ഇത് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സർട്ടിഫിക്കേഷനും പരിശീലനവും കഴിഞ്ഞവരായിരിക്കണം അല്ലെ. ട്രെയിനിങ്ങും അതേപോലെ തന്നെ സർട്ടിഫിക്കേഷനും ലഭിച്ചവരായിരിക്കണം ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ, പ്രത്യേകിച്ച് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു പരിശീലനം ലഭിക്കാത്തവർക്ക് എന്താണ് ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ നമ്മുടെ സ്റ്റാഫുകൾക്ക് എന്തുണ്ടായിരിക്കണം, കൃത്യമായ രീതിയിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. സർട്ടിഫിക്കേഷൻ ഉള്ള സ്റ്റാഫുകൾ മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. Then record keeping. Hospital must keep record of spillage waste management activities that includes documentation of waste handling and disposal of procedures and any follow-up actions already taken. Record keeping. നമ്മൾ പഠിച്ചിരുന്നില്ല, ഓരോ സ്കില്ലേക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്തതിനു ശേഷം അവസാന ഘട്ടത്തിന്റെ സ്റ്റെപ്പാണെന്ത്, റിപ്പോർട്ട് ദ സ്കിൽ എന്ന് പറയുന്നത്. എല്ലാ സ്പില്ലേജുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ ചെയ്തു, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, എന്തൊക്കെ ഡിസ്പോസൽ പ്രൊസീജിയർ നമ്മളൊക്കെ ഉപയോഗിച്ചു, ബാക്കി ഫോളോ അപ്പ് ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെ. യെസ്, അപ്പൊ അതെന്താണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. ആശുപത്രി ചോർച്ചാ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ രേഖകൾ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. ഇനി അതിലെന്തൊക്കെ മറ്റു റെക്കോർഡ്സുകൾ വരുന്നുണ്ട്, എങ്ങനെ അത് കൈകാര്യം ചെയ്ത് എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യൂ എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നത് കൂടി ആ ഡോക്യുമെന്റേഷൻസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, then inspections. Regulatory agencies oversees inspection of hospital to ensure compliance with the dangerous waste management regulations. Hospital must be all ready for this inspection and have a plan in place to rectify an insufficiency identified during the inspection. എന്താ പറയുന്നത്, ഇൻസ്പെക്ഷൻ ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടായിരിക്കില്ല. അതായത് അപകടകരമായിട്ടുള്ള മാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇൻസ്ട്രക്ഷൻസും ഈ ഗൈഡ് ലൈൻസ് ഒക്കെ എല്ലാവരും ഒരേപോലെ തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി ഏജൻസികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ OSHR, EPR ഒക്കെ എന്താണ്, നേരത്തെ പറഞ്ഞ ഏജൻസികൾ ഏതൊക്കെയാണ്, EPA, OSH, RCR, ഇവയൊക്കെ എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും അല്ലെ. അതായത് അവരുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ് ആശുപത്രികളിൽ പരിശോധനകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പരിശോധനകളിൽ ഈ hospital must be ready for this inspection and have a plan in place to rectify an insufficiency identified during the inspection. അതായത് ആശുപത്രിയിൽ ഈ പരിശോധനകൾക്ക് കൃത്യമായിട്ട് തയ്യാറായിരുന്നു, എപ്പോ വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടത്. കൂടാതെ എന്താണ്, പരിശോധനയ്ക്കിടെ എന്തെങ്കിലും തരത്തില് അപര്യാപ്തതകൾ ഉണ്ടെങ്കിൽ, അപ്പൊ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസഫിഷ്യന്റ് ആയിട്ട് എന്തെങ്കിലും കാണുകൾ എന്താണ്, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇൻസ്പെക്ഷൻ ടൈമിൽ ചിലപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെന്ന് വരാം. അപ്പം ആ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ പറഞ്ഞ റെഗുലേറ്ററി ആക്ഷൻസിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അവർ പറഞ്ഞ രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ റെക്കോർഡ്സ് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഫോളോ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചില്ലെങ്കിലാണ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ വില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരാണ് ഇൻസ്പെക്ഷൻസ് നടത്തുന്നത്? റെഗുലേറ്ററി ഏജൻസീസ് ആണ് അല്ലെ. റെഗുലേറ്ററി ഏജൻസീസ് ആയ EPA, OSHR തുടങ്ങിയ ഏജൻസികളായിരിക്കുള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് ഇൻസ്പെക്ഷൻസ് നടത്തുന്നത്. എന്തുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ആണ് നടത്തുന്നത്? എന്തുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ആണ് നടത്തുന്നത്? എന്തുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ആണ്? ഡേഞ്ചറസ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ നടത്തുന്നു. ദെൻ ഇൻസ്പെക്ഷന് ശേഷം നെക്സ്റ്റ് വരുന്നത് പെനാൽറ്റീസ് ഫോർ
non-compliance hospital that fail to be abide by dangerous waste management regulations may have to face fines, penalties and legal actions. ഇനി ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി ഏജൻസിയുടെ ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ എല്ലാ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തടക്കേണ്ടതായിട്ട് വരും? അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ അതിനുള്ള നിയമ നടപടി ലീഗൽ ആക്ഷൻസ് എടുക്കേണ്ടി വരും, ഫൈൻസ് ആൻഡ് പെനാലിറ്റീസുകൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമല്ല ഇത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഹോസ്പിറ്റലിന് മേലെ എന്തുണ്ടാവും? ലീഗൽ ആക്ഷൻസും തുടർ നടപടികളും ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഒക്കെ അവർക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. Hospital must be up to date on regulations and guidelines, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspection. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? പരിസ്ഥിതിക്കും പൊതുജനങ്ങൾക്കും അവരെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ മാനേജ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? ആശുപത്രികളെ നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് എല്ലാ നിയന്ത്രണങ്ങളും എന്താണ് അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം. എല്ലാ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച് എപ്പോഴും എന്താണ് അപ് ടു ഡേറ്റ് ആയിരിക്കണം. എല്ലാ വേസ്റ്റ് പ്രൊസീജിയേഴ്സും നല്ല രീതിയിലായിരിക്കണം മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ നേടിയിരിക്കണം. പിന്നെന്താണ്? ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ സർട്ടിഫിക്കേഷനും ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ആക്യുറേറ്റ് ആയ റെക്കോർഡ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. സ്പില്ലേജ് വേസ്റ്റ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ്? ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻസ്. മറ്റ് പരിശോധനകൾക്ക് എപ്പോഴും ഹോസ്പിറ്റലുകൾ തയ്യാറായിരിക്കുകയും വേണം. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? റെഗുലേറ്ററി ഫ്രെയിംവർക്സുകളാണ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് ഹോസ്പിറ്റൽ പാലിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസുകൾ അല്ലെങ്കിൽ റെഗുലേറ്ററി ചട്ടക്കൂടുകളാണ് നമ്മൾ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോൺസുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കുന്നത്? പരിസ്ഥിതിക്കും ഒരേപോലെ മനുഷ്യർക്കും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ സെക്യൂർഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറച്ച് ഏജൻസികളുടെ പേര് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾസ് ആയിട്ട്. ഒന്ന് റിസോഴ്സ് കൺസർവേഷൻ ആക്ട്, ഓക്യുപ്പേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ദെൻ ബ്ലഡ് ബോൺ പതോജൻസ് ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ ആക്ടുകളെല്ലാം തന്നെ. ഓക്കെ, ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിസ്പോസ്ഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗൈഡ് ലൈൻസും ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി സ്റ്റേറ്റ് ആൻഡ് പെർമിറ്റ്സുകൾ നമ്മൾ നേടിയിരിക്കണം. അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സുകൾ നേടിയിട്ടുണ്ടായിരിക്കണം. സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം സർട്ടിഫിക്കേഷനും കൊടുത്ത സ്റ്റാഫുകളായിരിക്കണം സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. അല്ലാത്തവരെ അല്ലാത്ത സ്റ്റാഫുകളെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടുള്ളതില്ല. ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനുള്ള സ്റ്റാഫുകളെ മാത്രമായിരിക്കണം ഇത്തരത്തിലൊരു പ്രോസസ്സിലേക്ക് കടത്തി കൊണ്ടുവരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റെക്കോർഡ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇൻസ്പെക്ഷൻസിന് വിധേയമായതാണ്. അതായത് റെഗുലേറ്ററി ഏജൻസികൾ ഇൻസ്പെക്ഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താണ് കൃത്യമായിട്ട് നമ്മൾ പരിശോധനകൾക്ക് വിധേയരായിരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ പദ്ധതികളും തയ്യാറാക്കേണ്ടതാണ്. ഫൈൻസ് ആൻഡ് പെനാലിറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. അതായത് അപകടകരമായിട്ടുള്ള ഈ മാലിന്യ സംസ്കരണ ചട്ടങ്ങൾ പാലിക്കാത്ത ആശുപത്രികളുടെ നേരെ എന്താണ് ലീഗൽ ആക്ഷൻസും ഫൈൻസും അടയ്ക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ഓക്കെ, മനസ്സിലായോ? അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. പിള്ളേരെ ക്ലിയർ ആണോ? നമ്മൾ ഈ പറഞ്ഞ ആക്ടുകളുടെ പേരുകള് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത പറയട്ടെ ടീച്ചർ.
ലാസ്റ്റ് ഭാഗമാണ് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ്, അതായത് നമ്മുടെ ഈ സ്പില്ലേജ് വേസ്റ്റ് കളയുന്നതിനുള്ള പുതിയ ടെക്നോളജീസ് കുറെ വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയാണ് പുതിയ ട്രെൻഡ്സുകൾ എന്ന് പറയുന്നത്? പുതിയ പുത്തൻ പ്രവണതകൾ, അതായത് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള പുത്തൻ പ്രവണതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റീമെഡിയേഷൻ, പ്ലാസ്മ ആർ ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. ഓക്കെ, ഇതൊക്കെ എന്താണ്? പുത്തൻ പ്രവണതകളാണ്. സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ നമ്മൾക്ക് വളരെ സുഗമമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ നീക്കം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ന്യൂ ട്രെൻഡ്സുകളാണ്. ഓക്കെ, വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ന്യൂ ട്രെൻഡ്സുകളാണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഹെഡിങ്ങിൽ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. എമർജിംഗ് ട്രെൻഡ്സ് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണെന്ന്? ഓക്കെ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഫസ്റ്റ് വരുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. Robotics and automation technologies are being awarded to handle dangerous waste safely and skillfully. This can help lessen the risk of exposure for healthcare workers and make better the accuracy and speed of waste handling at a disposal. എന്താണ് റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വളരെ സേഫ് ആയിട്ടും സ്കിൽഫുൾ ആയിട്ടും ഡിസ്പോസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ന്യൂ മെത്തേഡ് ആണത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. പുതിയൊരു ടെക്നോളജിയാണത്. അത് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് പ്രത്യേകിച്ച് റിസ്ക് എക്സ്പോഷർ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എക്സ്പോഷർ കുറയ്ക്കാനായിട്ടും അതോടൊപ്പം തന്നെ എന്താണ് ബെറ്റർ ആയിട്ട് നമുക്ക് വളരെ ഒരു സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു സ്പീഡ് ഉണ്ട് അതിന്, റോബോട്ടിക് ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നതിനാൽ തന്നെ വേസ്റ്റ് നമുക്ക് വളരെ സ്പീഡിൽ തന്നെ എന്താണ് ഹാൻഡിൽ ചെയ്യുന്നതിനും ഡിസ്പോസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് ഇത് റോബോട്ടിക് ഓട്ടോമേഷൻ. ഇത് എന്ത് വേസ്റ്റസ് ആണ് കളയുന്നത്? ഡേഞ്ചറസ് വേസ്റ്റുകൾ അല്ലെ? പ്രത്യേകിച്ച് ഡേഞ്ചറസ് വേസ്റ്റുകൾ വളരെ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ എക്സ്പോഷർ കുറച്ചുകൊണ്ട് വളരെ സ്പീഡ് ആൻഡ് ആക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതൊരു ന്യൂ ടെക്നോളജിയാണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതായത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൃത്യതയും അതോടൊപ്പം സ്പീഡും വേഗതയും കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്താണെന്ന്? യെസ്. സെക്കൻഡ് വൺ, ബയോ റീമെഡിയേഷൻ. ഇതെല്ലാം പുതിയ ടെക്നോളജീസ് ആണ് കേട്ടോ. വേസ്റ്റ് മാനേജ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് ആണ്. ബയോ റീമെഡിയേഷൻ എന്താണ്? This technology uses natural biological process to break down dangerous waste. This can be an effective and environment-friendly approach to spillage waste management. So, bioremediation എന്ന് പറയുന്നത് എന്താണ്? അപകടകരമായുള്ള മാലിന്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ ബയോളജിക്കൽ പ്രോസസ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ മാലിന്യങ്ങൾ വിഘടിപ്പിക്കുക, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടായിരിക്കും ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. എഫക്റ്റീവ് ആയിട്ട് എൻവയോൺമെന്റിന് ദോഷം വരാത്ത രീതിയിൽ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചസ് ആണ് ഇത് ബയോ റീമെഡിയേഷൻ എന്ന് പറയുന്നത്. ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വേസ്റ്റുകൾ, പ്രത്യേകിച്ച് ഡേഞ്ചറസ് വേസ്റ്റുകൾ നമ്മൾ വിഘടിപ്പിക്കും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ആയിട്ട് എന്താണ് സ്പില്ല് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത് ബയോ റീമെഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ബയോ റീമെഡിയേഷൻ എന്താണെന്ന്? യെസ്. നെക്സ്റ്റ് വരുന്നത് പ്ലാസ്മ ആർക് ഗ്യാസിഫിക്കേഷൻ. അടുത്ത ടെക്നോളജിയാണ് പ്ലാസ്മ ആർക് ഗ്യാസിഫിക്കേഷൻ. ഇസ് എ പ്രോസസ് that uses high temperature to break down unsafe waste, including spillage waste, into its constant components. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and retain valuable materials for reuse.
എന്താണ് പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൂടിയ താപനില ഉപയോഗിച്ചുകൊണ്ട് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളും സ്പില്ലേജ് വേസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ ഇതിനെ ഓരോ കമ്പോണൻസുകളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഇതിനെ മാറ്റി ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഇതിനെ കമ്പോണൻസ് ആയിട്ട് ഇതിനെ മാറ്റുന്നു. ഓക്കെ, ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് വോളിയം കുറക്കാൻ സാധിക്കും. വേസ്റ്റുകളുടെ ഇപ്പൊ ഹ്യൂജ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ വേസ്റ്റ് കുറയ്ക്കാനായിട്ട് വോളിയം അതിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. എന്തുപയോഗിച്ചുകൊണ്ട്? ഹൈ ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, വോളിയം കുറയ്ക്കാം. അതോടൊപ്പം തന്നെ ലെസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ. എക്സ്പോഷറിന് റിസ്ക്, ഡേഞ്ചറസ് ആയിട്ടുള്ള എക്സ്പോഷറിന്റെ റിസ്ക് കുറവായിരിക്കും. ഓക്കെ, ആൻഡ് റീഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കമ്പോണൻസ് ആയിട്ട് വേസ്റ്റുകൾ മാറ്റുന്ന സമയത്ത് ഏതെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പുനരുപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്. എന്താണ് പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചേഴ്സ് ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ്. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് കൂടിയ താപനില ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. പ്രത്യേകിച്ച് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളെ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ്സിനെ നമ്മൾ ഓരോ കോൺസ്റ്റന്റ് കമ്പോണൻസുകളായിട്ട്, അതായത് പല കമ്പോണുകളായിട്ട് മാറ്റിയതിനു ശേഷം എന്താണ് അതിന്റെ വോളിയം കുറക്കും അല്ലെ? വോളിയം കുറക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സൈസ് അല്ലെ? അതിന്റെ സൈസ് കുറച്ചതിന് ശേഷം അത് എന്താണ് ഇനി എക്സ്പോഷർ കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് റീഗെയിൻ ചെയ്യാൻ പറ്റും ചില വാല്യുബിൾ മെറ്റീരിയൽസുകൾ, അതായത് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നല്ല മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പിന്നീട് അത് പുനരുപയോഗിക്കാൻ സാധിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനുള്ള മറ്റൊരു ടെക്നോളജിയാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ അത്? അടുത്ത ടെക്നോളജിയാണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി is an approach to chemical design and production that aim at reducing the use and generation of dangerous substance. This can help bring down the amount of dangerous waste produced, including leakage waste. ഇനി ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കെമിക്കൽ അപ്രോച്ച് ആണ് അല്ലെ? ഒരു കെമിക്കൽ അപ്രോച്ചസ് ആണ്. അതായത് അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗവും ഉൽപാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു അപ്രോച്ചസ് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിന്റെ എയിം എന്ന് പറഞ്ഞ എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞ എന്താണ്? റെഡ്യൂസിങ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റാൻസ്. എന്ത് റെഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്? അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗവും ഉൽപാദനവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസുകളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചസ് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. This can help bring down the amount of dangerous waste produced, including leakage waste. എന്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പില്ലേജ് വേസ്റ്റസ് ഉൾപ്പെടെ അപകടകരമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഗ്രീൻ കെമിസ്ട്രി ഉപയോഗിക്കുന്നത് പോലെ എന്താണ് നമുക്ക് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കാനാണ് സാധിക്കുന്നത്. ഓക്കെ, green chemistry is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. Help bring down the amount of dangerous waste produced, including leakage wastes. മനസ്സിലായോ എന്താണ് ഗ്രീൻ കെമിസ്ട്രി എന്ന്? ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കുന്നു കേട്ടോ. Then last technology ആണ് എന്ത്? നാനോ ടെക്നോളജി. സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ടെക്നോളജി ആണ് നാനോ ടെക്നോളജി. Nanotechnology is being developed to give more effective and environmental friendly solution for dangerous waste management, which includes spillage waste. For example, nanoparticles can be used selectively to bind hazardous substance, making them easier to eliminate and dispose of safely. എന്താണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടാവും നമ്മൾ നാനോ പാർട്ടിക്കിൾസ്.
ഇത് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഡേഞ്ചറസ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം? ഇതൊരു എൻവയോൺമെന്റൽ സൊല്യൂഷൻ ആണ് അല്ലെ. ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകൾ നമുക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തവയാണ് എന്ത് നാനോ പാർട്ടിക്കിൾസ് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, ഇതൊരു ചെറിയ ഡ്രോപ്ലെറ്റ്സുകളാണത്. അപ്പൊ ഇവയെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇത് സെലക്ടീവ്ലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ നമ്മൾ ഈ നാനോ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്, ഈ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് ഡിസ്പോസ് ചെയ്യാനും സേഫ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, അതിന്റെ ഒരു ഫലപ്രദവും പരിസ്ഥിതി സൗഹാർദ്ദവുമായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ സംസ്കരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാനോ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണിത് നാനോ ടെക്നോളജി. ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസുകൾ ഡിസ്പോസ് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ, അത് നീക്കം ചെയ്യാൻ സാധിക്കും. ഈ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ വേസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് നീക്കം ചെയ്യാനും സേഫ്ലി ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്കത് സാധിക്കുന്നു. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം. എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് എന്തൊക്കെയാണ്? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. എന്താണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്? Robotics and automation is technologies are being awarded to handle dangerous waste safely and skillfully. അതായത് നമുക്ക് വളരെ സ്കിൽഫുൾ ആയിട്ട് ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചു, റോബോട്ടിക് ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാൻ പറ്റുന്ന, വളരെ സേഫ് ആയിട്ട് ഡേഞ്ചറസ് വേസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് ഇത് റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് റിസ്ക് കുറയ്ക്കാനും എക്സ്പോഷറിന്റെ റിസ്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നല്ല രീതിയിൽ അവർക്ക് റിസ്ക് ഉണ്ടാവില്ല, എക്സ്പോഷർ കുറയ്ക്കുവാനും ഇത് വളരെ സ്പീഡ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേസ്റ്റ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി ബയോ റിമെഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ റിമെഡിയേഷൻ These technologies use natural biological process to break down dangerous waste. Natural biological process ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റസുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതായത് ഡേഞ്ചറസ് വേസ്റ്റുകളും സ്പില്ലേജ് വേസ്റ്റസുകളും എന്താണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഇത് പരിസ്ഥിതിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു അപ്രോച്ചസ് ആണ് എന്താ ബയോ റിമെഡിയേഷൻ എന്ന് പറയുന്നത്. പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള നാശങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ എന്താണ്? പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ എങ്ങനെയാണ് ഇവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്? Is a process uses high temperature to break down unsafe waste. High temperature ഉപയോഗിച്ചുകൊണ്ട് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റസുകളും സ്പില്ലേജ് വേസ്റ്റസുകളും എന്താണ് കോൺസ്റ്റന്റ് കമ്പോണൻസുകളായി പല ഘടകങ്ങളാക്കി മാറ്റിയതിനു ശേഷമാണിത് ഡിസ്പോസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ് വേസ്റ്റുകളുടെ വോളിയം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സൈസ് കുറയ്ക്കുവാനും എക്സ്പോഷറിന്റെ റിസ്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും സംസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും നല്ല മെറ്റീരിയൽസ് വാല്യബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും നമുക്കത് റീയൂസ് ചെയ്യാനായിട്ടും ഈ ഒരു പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, പിന്നെ ഗ്രീൻ കെമിസ്ട്രി എന്താണ്? ഗ്രീൻ കെമിസ്ട്രി is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. Green chemistry ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്? പൂർണ്ണമായിട്ടുള്ള വസ്തുക്കളുടെ എന്താണ് ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. reducing the use and generation of dangerous substance. This can help bring down the amount of dangerous waste produced, including leakage waste. അതായത് അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് സ്പില്ലേജ് വേസ്റ്റ് ഉൾപ്പെടെ ഉള്ള ഉൽപാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി എന്നൊരു അപ്രോച്ചസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, then last നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി എന്താണ്? അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ ഫലപ്രദമായിട്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് എന്താ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഡേഞ്ചറസ് വേസ്റ്റസിനെ
കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് എന്തുപയോഗിച്ചുകൊണ്ട് നാനോ പാർട്ടിക്കിൾസ് അല്ലെ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ഇത്തരത്തിലെ സബ്സ്റ്റാൻസുകൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കുന്നതിനും സേഫ് ആയിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ടെക്നോളജി നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വേസ്റ്റ് എത്രയും പെട്ടെന്ന് നീക്കം എലിമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ തന്നെ മാറ്റാനും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടും നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സാധിക്കുന്നുണ്ട്. Okay, these are the new trends and technologies in spillage waste management. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഈ 5 ടെക്നോളജീസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്? ഓക്കെ, നമ്മളുടെ ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. വില്ലേജ് വേസ്റ്റിന്റെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ 1 and 2 2 മൊഡ്യൂൾസിൽ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആയി അല്ലേ? ഓക്കെ, ഇതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ഈ ട്രെൻഡ്സുകൾ ഓരോന്നും എന്താണെന്ന് നോക്കി വെക്കണം കേട്ടോ. ഈ ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ്, ഓരോ പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം. ഓരോ പേര് കണ്ടാൽ മനസ്സിലാവും എന്തിനു വേണ്ടി എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന്. ബയോളജിക്കൽ പ്രോസസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ എന്താണ് ബയോ റിമേഡിയേഷൻ ആണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വേസ്റ്റസ് ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ആണെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യും അല്ലെ. ദെൻ കെമിക്കൽ അപ്രോച്ച് കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഏതാണ്? കെമിക്കൽ പ്രോസസ് കൊണ്ട് എന്താണ് കെമിക്കൽ അപ്രോച്ച് കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ട്രെൻഡ് ഏതാണ് ഇപ്പൊ പറഞ്ഞത്? ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ, നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നാനോ ടെക്നോളജി. ഓക്കെ, യെസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ട്രെൻഡ്സ് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ ഗൈഡ് ലൈൻസിലുള്ള പേരുകൾ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കും ഓരോന്നിന്റെ കേട്ടോ. EP എന്താണ്, OSH എന്താണ്, RCR എന്താണെന്ന് പഠിക്കുക. ഒന്ന് റിവൈസ് ചെയ്ത് പോണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതില് ഓരോ വേസ്റ്റസ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. നിങ്ങൾ ഇപ്പൊ കേട്ടാൽ തന്നെ ഓർക്കണ്ടാവും, പഠിക്കണമെന്നില്ല, അത് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഓരോ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുമ്പോഴും ഓരോ ഡിസ്ഇൻഫെക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നീക്കം ചെയ്യുന്നത് അല്ലെ. ലബോറട്ടറി സ്പില്ല് വേസ്റ്റ് കളയുന്നതിന് വേറെ സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന് വേറെ സൊല്യൂഷൻ ആണ്. അപ്പൊ ആ പേരുകൾ നോക്കി വെക്കാം കേട്ടോ. പിന്നെ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ഡിസ്പോസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ബാഗിലാണ് മാത്രം അവിടെ പ്രത്യേകമായി വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ കെമിക്കൽ സ്പില്ലേജ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മൈനർ ആണോ മേജർ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് സ്റ്റെപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ സ്റ്റെപ്സ് നോക്കി വെക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജിന്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. പേരുകൾ ഹെഡ്ലൈൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ ടൈപ്സ് ആണ് നിങ്ങൾക്ക് അറിയാലോ? ഏതൊക്കെ ടൈപ്സ് സ്പില്ലേജ് വേസ്റ്റസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ? ബ്ലഡ്, കെമിക്കല്, ഷാർപ്പ്, റേഡിയോ ആക്റ്റീവ്, ഫാർമസ്യൂട്ടിക്കല്, ലാബ് ആൻഡ് ലബോറട്ടിക്കൽ ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഓക്കെ, പിന്നെ ഇതൊന്ന് നോക്കണം. റിസ്ക് ആൻഡ് ഹസാർഡസ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. എന്തൊക്കെ റിസ്കുകളാണ് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ ആൻഡ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഓക്കെ, ആ ചാപ്റ്റർ ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? ഇനി ഫ്രണ്ട് ഓഫീസിലെ ഓരോ ടീച്ചർ തന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം കേട്ടോ. തന്ന ക്വസ്റ്റ്യൻസിൽ പഠിക്കാം. CRM എന്താണ്, എക്സ്പാൻഷൻ പഠിക്കാം. കസ്റ്റമേഴ്സിന്റെ മീനിങ് എന്താണ്, ഏത് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ പഠിക്കണം.
പിന്നെ CRM സോഫ്റ്റ്വെയർ എന്താണ്, അഡ്വാൻറ്റേജസ് നോക്കാം. ഒരു 3-4 പ്രാവശ്യം വായിച്ചു പോയാൽ മതി. മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ബൈഹാർട്ടായിട്ട് പഠിക്കണ്ട, എളുപ്പമായിട്ട് വായിക്കാം കേട്ടോ. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. കസ്റ്റമേഴ്സ് ലീവ് ചെയ്യേണ്ട കാരണങ്ങൾ അറിയാലോ നിങ്ങൾക്ക്, പെർസെന്റേജ് ഒന്ന് നോക്കി വെച്ചേട്ടോ. പിന്നെ ഓരോ റിസോഴ്സ് ഡെസ്കുകൾ ഉണ്ട്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് ഉണ്ട്, അതിന്റെയൊക്കെ റോളുകൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ഉണ്ട്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് ഉണ്ട്, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഉണ്ട്. അപ്പൊ 3 നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഓഫീസിന്റെ ടൈം അറിയാലോ നമുക്ക്, 24 hours വർക്ക് ചെയ്യുന്നതാണ്. ഷിഫ്റ്റ് 3 ഷിഫ്റ്റ്സ് ആണുള്ളത് കേട്ടോ, മറന്നു പോരുത്, 3 ഷിഫ്റ്റ്സുകളാണുള്ളത്. പിന്നെ മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ലാസ്റ്റ് വരുന്നത് ടെലിഫോൺ എക്സിക്യൂട്ടീവ്, അതൊന്ന് നോക്കണം കേട്ടോ. ക്രിട്ടിക്കൽ സ്കിൽസ് ആണ്, മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ആയ ടെലിഫോൺ എക്സിക്യൂട്ടീവ് നോക്കണം. ഓക്കെ, PDF കാണുന്നില്ലേ? പറയാനില്ലല്ലോ, ഞാൻ നേരത്തെ PDF എടുത്തപ്പോ കണ്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ് ടീച്ചർ എടുത്തല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ. OR എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. OR എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നത്, ദെൻ പോളിസീസ് എന്തൊക്കെയാണ്, ഓപ്പറേഷൻ സോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഇതിൽ ഏതൊക്കെ എന്തൊക്കെ വരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. 3 types of ഉണ്ട്. ഏതൊക്കെയാണ്? മോഡുലാർ OT, ഇന്റർഗേറ്റഡ് OT, ഹൈബ്രിഡ് OT. മോഡുലാർ, ഹൈ ഇന്റർഗേറ്റഡ് ആണ് OT. ഓരോന്നിന്റെ പ്രത്യേകതകൾ നോക്കാം കേട്ടോ. ഓക്കെ, എളുപ്പമാണ് അതൊക്കെ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ഡ്യൂട്ടീസ്. ഓക്കെ, അത്രയ്ക്ക് ആ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഏതൊക്കെ? നമ്മൾ 3 ചാപ്റ്റർ നോക്കി. വില്ലേജ് വേസ്റ്റ് പറഞ്ഞു, ഫ്രണ്ട് ഓഫീസ്, പിന്നെ എന്താണ് നോക്കിയത്? ഓപ്പറേഷൻ തിയേറ്റർ. ഞാൻ അടിച്ചെടുത്തത് ലേബർ റൂം അല്ലെ, ലേബർ റൂം ഇതിൽ കാണുന്നില്ല. കയ്യിലുണ്ടോ? ടെക്സ്റ്റ് കയ്യിലുണ്ടോ? പറഞ്ഞിട്ട് പോട്ടെ, ഇനി വേറെ ക്ലാസ് കിട്ടില്ല, അതുകൊണ്ടാണ്. പോലെ നിങ്ങള് ലേബർ റൂമിന്റെ ഓരോ ഏരിയാസ് പഠിക്കണം കേട്ടോ. ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ്, LDRPയുടെ ഫുൾ നെയിംസ്, ഫുൾ എക്സ്പാൻഷൻസ് പഠിക്കാം. LDR എന്നും LDRP എന്നും വരുന്നുണ്ട്, 2 പേരുകൾ വരുന്നുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് പഠിക്കണേ. പിന്നെ അവിടെയും വരുന്നുണ്ട് സോണുകൾ. ഇപ്പൊ നിങ്ങൾക്ക് സോൺ മാർക്ക് വരുന്നുണ്ട്, ലേബർ റൂമിലും സോൺ വരുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും സോൺ വരുന്നുണ്ട്. ലേബർ റൂമിലെ സോൺസുകൾ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഡിവൈഡഡ് ഇൻടു 3, സ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാർക്ക് പോയത് കേട്ടോ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, മനസ്സിലായോ? ആ, നോക്കി പഠിക്കാം കേട്ടോ. അത് പിന്നെ എല്ലാവരും ഒന്ന് നോക്കിയത് ബാക്കിയെല്ലാം, ഇപ്പൊ ഓരോന്നും പറയുന്നില്ല. എളുപ്പമാണ് ആ ചാപ്റ്റർ. നിങ്ങൾ PDF എടുത്ത് ടെക്സ്റ്റ് എടുത്ത് പഠിക്കുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക, അങ്ങനെ അങ്ങനെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, പിന്നെ ടീച്ചർ ഏതാ ചാപ്റ്റർ എടുത്തത്? 5 ചാപ്റ്റർ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ. വില്ലേജ്, ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം. പിന്നെ എന്താണ് എടുത്തത് ടീച്ചർ? എടുത്തിരുന്നോ?
നാലെണ്ണം എടുത്തത്. വെന്റിലേറ്റർ. വെന്റിലേറ്റർ ആകെ ഒരു ചെറിയ ചാപ്റ്റർ ഉള്ളത്, കംപ്ലീറ്റ് അങ്ങ് പഠിച്ചു കേട്ടോ. ആകെ ഒരു 3 പേജ് ഉള്ളത്. സിറ്റുവേഷൻസ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പേഷ്യൻസ് വെന്റിലേറ്ററിൽ വരുന്ന സിറ്റുവേഷൻസ് ഓരോ പഠിച്ചിട്ടില്ലേ നമ്മള്, ഒരു 10-14 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് നോക്കി വെക്കുക. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചാപ്റ്റർ ആണ്, അത് പഠിച്ചോളൂ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. പിന്നെ പ്രോലോങ്ഡ് പീരീഡ് ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ തുടർന്നാവുള്ള എന്താ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? അത് എന്തൊക്കെയാ പറഞ്ഞാ? ഇറിറ്റേഷൻ ഉണ്ടാവും, ബ്ലഡ് കോട്ട് ആവും, പിന്നെന്താണ് വോക്കൽ കോഡ് ഇഷ്യൂസ് വരും, ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, പഠിച്ചോളൂ, നന്നായിട്ട് പഠിച്ചോളൂ. അപ്പൊ വെരി ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോ എന്റെ ക്ലാസ്സിൽ ഇപ്പൊ ഉണ്ടാവില്ല, നാളെ വേറെ ടീച്ചേഴ്സ് ആയിരിക്കില്ലേ. ഓക്കെ, ടീച്ചറിന് ഇത്രയും 4-5 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. വെരി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു. Okay, thank you.